ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സ്കൂളിലെത്തി സങ്കടത്തോടെ ജോലിയിൽ നിന്നും റിസൈൻ ചെയ്യുകയാണ് വീണ. റിസൈനിങ് ലെറ്റർ കൈപ്പറ്റിയ അവൾ വിഷമത്തോടെ എച്ച്.എം.ആയ സോമൻ സാറോട് പറയുന്നുണ്ട്, സാറ് ഹെഡ് മാസ്റ്ററായിട്ട് സ്കൂളിൽ മാത്രമല്ല എൻ്റെ ജീവിതത്തിലും ശരിക്കും ഇടപെട്ടിരുന്നു. സാറിന്റെ സ്നേഹത്തിനും കരുതലിനും ഒത്തിരി നന്ദിയുണ്ട് എന്ന് പറഞ്ഞ് വീണ കണ്ണീരോടെ കൈകൂപ്പുമ്പോഴേക്കും അവളുടെ കൈ ചേർത്ത് പിടിച്ച് കരയില്ലെന്ന് പറഞ്ഞ് സോമൻ സാറും അവളെ ആശ്വസിപ്പിക്കുന്നുണ്ടേ. എനിക്കിപ്പോ സാർ ആദ്യം രജിസ്റ്റർ ഒപ്പിടിച്ചതും കൈ തന്നതും ഒക്കെ ഓർമ്മ വരിക എന്ന് വീണ സങ്കടത്തോടെ പറയുമ്പോഴേക്കും അങ്ങനെയൊരു യാത്ര പറഞ്ഞു പോകായൊന്നും കരുതണ്ട. ജീവിതത്തിലെ ചില പരീക്ഷണങ്ങൾ ഇതൊക്കെ നാം ജയിച്ചു കയറിയേ പറ്റൂ. ബെസ്റ്റ് ഓഫ് ലക്ക് എന്ന് സോമൻ സാർ പറയുമ്പോഴേക്കും വീണയും താങ്ക് യു പറയുന്നുണ്ട്. ഇതെല്ലാം കണ്ടു നിൽക്കുന്ന മദനൻ സാറിനോടും കമലാക്ഷി ടീച്ചറോടുമായി വീണ യാത്ര പറയുമ്പോഴേക്കും കുഴപ്പമില്ല മോളെ, നമുക്കിതിനൊന്നും യോഗമില്ലെന്ന് കൂട്ടിയാൽ മതി എന്ന് മദനൻ സാറും എവിടെയെങ്കിലും വെച്ചൊക്കെ കാണാമെന്ന് കമലാക്ഷി ടീച്ചറും പറയുന്നത് കേട്ട് ഇഷ്ടപ്പെടാതെ മേരിക്കുട്ടി ടീച്ചർ വീണയെ വിളിച്ച് നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ടേ. സങ്കടത്തോടെ നിൽക്കുന്ന വീണയെ മേരിക്കുട്ടി ടീച്ചർ ആശ്വസിപ്പിക്കുന്നുണ്ട്. മോളെ വിഷമിക്കരുത് കേട്ടോ, നോക്ക് ഞാനാ വീണയെ ആദ്യമായിട്ട് സ്റ്റാഫ് റൂമിൽ കൊണ്ടിരുത്തിയത് അല്ലേ എന്ന് മേരിക്കുട്ടി ടീച്ചർ ചോദിക്കുമ്പോഴേക്കും വീണ അന്ന് സ്റ്റാഫ് റൂമിലേക്ക് മേരിക്കുട്ടി ടീച്ചർ കൂട്ടിക്കൊണ്ടുപോയ കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുന്നുണ്ട്. അമ്മയുടെ ടേബിൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതാ അവളുടെ മേശ, ഇനി ഇത് മോൾക്ക് ഉപയോഗിക്കാം. ബാഗൊക്കെ അവിടെ വെച്ചോന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുന്നതും വീണ ചെന്ന് അമ്മയുടെ ആ കസേരയിലേക്ക് ഇരിക്കുന്നതുമെല്ലാം അവൾ ഓർത്തെടുക്കുന്നുണ്ട്. ടീച്ചറാ അമ്മയുടെ ടേബിൾ എന്നോട് ഉപയോഗിച്ചോളാൻ പറഞ്ഞത് എന്ന് വീണ പറയുമ്പോഴേക്കും അതെ, അവൾ പോയെന്ന് കരുതിയിരുന്ന കാലമാണല്ലോ അത് എന്ന് മേരിക്കുട്ടി ടീച്ചറും പറയുന്നുണ്ടേ. അതുകൊണ്ടാവും ടീച്ചർ എന്നെയാക്കി പോയപ്പോൾ സ്റ്റാഫ് റൂമിലകത്ത് അമ്മയുള്ളതായി എനിക്ക് തോന്നിയത് എന്ന് കരച്ചിലൂടെ വീണ പറയുമ്പോഴേക്കും ആണോ എന്ന് മേരിക്കുട്ടി ടീച്ചറും ചോദിക്കുന്നുണ്ട്. അതെ എന്ന് സമ്മതിച്ച് അന്നത്തെ മാനസികാവസ്ഥ കൊണ്ടാവും അമ്മ എൻ്റെ എതിരെ ഇരുന്ന് എന്നോട് കാര്യം പറയുന്നത് പോലെ എനിക്ക് തോന്നി എന്ന് പറഞ്ഞ് വീണ ആ കാര്യവും ഓർത്തെടുക്കുന്നുണ്ട്. അമ്മയെ കണ്ട് സന്തോഷത്തോടെ അമ്മേ, വല്യമ്മ ഇപ്പൊ കൂടി പറഞ്ഞേയുള്ളൂ അമ്മ കൂടെ ഉണ്ടാവുന്ന്. അത് കേട്ട് എനിക്ക് അങ്ങനെ അങ്ങ് പോവാൻ പറ്റുമോ കുഞ്ഞിയെന്ന് ടീച്ചർ അമ്മയും ചോദിക്കുന്നുണ്ട്. എനിക്കറിയാം അമ്മയ്ക്ക് പറ്റില്ലാന്ന്. എയ്യോയും സോമൻ സാറും ഒക്കെ പറയുന്നത് അമ്മയെ മാതൃകയാക്കണമെന്നാ. എനിക്കാണേൽ പേടിച്ചിട്ട് വയ്യ അമ്മ എന്ന് കുഞ്ഞി പറയുമ്പോഴേക്കും അമ്മ ഊർജമായി ഒപ്പമുണ്ട് കുഞ്ഞി എന്ന് ടീച്ചറമ്മ പറയുന്നതും എനിക്കത് മതി അമ്മ എന്ന് വീണ പറയുന്നതും പക്ഷേ എന്ന് പറഞ്ഞ് ടീച്ചറമ്മ നിർത്തുന്നതും ടെൻഷനോടെ ഇരിക്കുന്ന വീണയെയും എല്ലാം വീണ ഓർത്തെടുക്കുന്നുണ്ട്. അന്ന് അമ്മ പറഞ്ഞ പക്ഷിയുടെ അർത്ഥം ഇന്നെനിക്ക് എല്ലാ അർത്ഥത്തിലും മനസ്സിലാവുന്നുണ്ട് ടീച്ചറെ എന്ന് പറഞ്ഞ് വീണ കരച്ചിൽ തുടങ്ങുമ്പോഴേക്കും വെറുതെ ഇനി നീ ഓരോന്ന് ആലോചിച്ച് കാടു കയറണ്ട, ഒന്നും ആലോചിക്കാതെ കുറച്ചു ദിവസം റെസ്റ്റ് ചെയ്യുന്ന മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോഴേക്കും എവിടെ റെസ്റ്റ് ചെയ്യാനാ ടീച്ചറെ, ഇനിയിപ്പോ ഇതുമായി സന്തോഷത്തിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ എന്ത് പൊട്ടിത്തെറിയാ നടക്കാന്ന് കണ്ടറിയണം എന്ന് വീണ ടെൻഷനോടെ പറയുന്നുണ്ട്. സന്തോഷിന്റെ സപ്പോർട്ട് എനിക്കന്ന് സ്റ്റേഷനിൽ വെച്ച് മനസ്സിലായി എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോഴേക്കും അതെ ടീച്ചറെ, ഞാനന്ന് ജോയിൻ ചെയ്യാൻ വന്ന ദിവസമാ സന്തോഷേട്ടൻ എന്റെ കാര്യം വീട്ടിൽ അവതരിപ്പിക്കുമെന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞ് വീണ ആ കാര്യവും ഓർത്തെടുക്കുന്നുണ്ട്. സന്തോഷിനെ കാണാനെത്തുന്ന വീണയോടായി സന്തോഷത്തോടെ സന്തോഷ് പറയുന്നുണ്ട്, ഫസ്റ്റ് ഡേ തന്നെ ടീച്ചർ കുട്ടികളുടെ ഉള്ളിൽ കയറിയല്ലോ, സൂപ്പർ. ടീച്ചർ അമ്മയെ പോലെ ടീച്ചർ ഏച്ചി, പിന്നെ വീണയ്ക്ക് ജോലിയായ ആലോചനയുമായി മുന്നോട്ട് പോകാമെന്നാ വീട്ടിൽ നിന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് സന്തോഷ് പറയുമ്പോഴേക്കും അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ വേണോ എന്ന് വീണ ചോദിക്കുന്നുണ്ട്. എനിക്കൊരു കണ്ടീഷനുമില്ല വീണ, എന്നോടൊപ്പം ജീവിക്കാൻ ഇഷ്ടമല്ലേ വീണയ്ക്ക്? സന്തോഷ് സ്നേഹത്തോടെ ചോദിക്കുന്നതും ചേട്ടൻ ഇത്രയും ധൈര്യമൊക്കെ ആയോ എന്ന് വീണ പറയുന്നതും എനിക്ക് വീണയുടെ കാര്യത്തിൽ അല്ലെങ്കിലും നല്ല ധൈര്യമാ. നഷ്ടപ്പെടുമോ എന്നുള്ള പേടി തരുന്നൊരു ധൈര്യമുണ്ടല്ലോ അത്. അല്ലെങ്കിൽ വീണയുടെ കാര്യം സരസ്വതി ടീച്ചറോട് നേരിട്ട് പറയാൻ എനിക്ക് എങ്ങനെയാവും എന്ന് സന്തോഷ് പറയുന്നതെല്ലാം വീണ ഓർത്തെടുക്കുന്നുണ്ട്. അതെല്ലാം ഓർത്ത് സങ്കടത്തോടെ എത്ര പെട്ടെന്ന ടീച്ചറെ എല്ലാം മാറി മറിയുന്നത്. സന്തോഷേട്ടൻ അന്ന് പറഞ്ഞ ധൈര്യമൊന്നും പിന്നെ ജീവിതത്തിൽ കണ്ടില്ല എന്നവൾ പറയുമ്പോഴേക്കും മോളെ, നിന്റെ മനസ്സ് ആകെ കലങ്ങിക്കിടക്കുക, അതാ എല്ലാം ഇങ്ങനെ ഉള്ളിലേക്ക് കയറി വരുന്നത്. മോളെ നീയൊന്ന് സമാധാനമായിരിക്കേ, ഇതുകൊണ്ടൊന്നും അവസാനിച്ചു പോകുന്നില്ല എന്ന് മേരിക്കുട്ടി ടീച്ചർ അവളെ ആശ്വസിപ്പിക്കുമ്പോഴേക്കും മിഥുൻ സാറും അങ്ങോട്ടെത്തുന്നുണ്ട്. മോളെ ഞാൻ വീട്ടിലെത്തിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് മേരിക്കുട്ടി ടീച്ചർ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന വീണയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട്. കരയല്ലേ മോളെ, കരയേണ്ട കേട്ടോ, മോളൊന്ന് സമാധാനിക്കേ മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോഴേക്കും ഞാൻ ബെല്ലടിച്ചിട്ടേ ഇറങ്ങുന്നുള്ളൂ ടീച്ചറെ, കുട്ടികളെയൊന്നും ഫേസ് ചെയ്യാൻ വയ്യെന്ന് വീണയും പറയുന്നുണ്ട്. അത് കേട്ട് മിഥുൻ സാർ പറയുന്നുണ്ട്, അങ്ങനെ അങ്ങ് ഉൾവലിയല്ലേ ടീച്ചറെ,
ഈ പരുവത്തിൽ ടീച്ചർ വീട്ടിൽ പോയാൽ ശരിയാവില്ല, ഒന്ന് വീട്ടിൽ കയറിയിട്ട് പോവാം. നീന ടീച്ചറിനെ കണ്ടിട്ടും കുറച്ചു നാളായില്ലേ. രണ്ടുപേരും കാണുമ്പോൾ രണ്ടാൾക്കും സമാധാനമാവുമെന്ന് മിഥുൻ സാർ പറയുന്നുണ്ടെങ്കിലും ഇന്ന് അതിനൊന്നും മനസ്സില്ല സാറേ. ഞാൻ വേറൊരു ദിവസം ഇറങ്ങാമെന്ന് വീണയും പറയുന്നുണ്ട്. വേറൊരു ദിവസം ഇറങ്ങിക്കോ, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇന്ന് എന്തായാലും നീന ടീച്ചറിനെ കണ്ടിട്ട് പോയാൽ മതി എന്ന് മിഥുൻ സാർ പറയുമ്പോഴേക്കും നീ നീനയെ കണ്ടിട്ട് പോയാൽ മതി. അതാ നല്ലത് മോളെ. നീ ഈ മൂഡിൽ വീട്ടിലേക്ക് പോയാൽ ശരിയാവില്ല. പോയിട്ട് വായെന്ന് മേരിക്കുട്ടി ടീച്ചറും അവളെ ഉപദേശിക്കുന്നുണ്ട്. വീണയോട് പോകണമെന്ന് ഉപദേശിച്ചുകൊണ്ട് മേരിക്കുട്ടി ടീച്ചർ തൻ്റെ ക്ലാസ്സിലേക്ക് പോകുമ്പോഴേക്കും താൻ സോമൻ സാറിനോട് പെർമിഷൻ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് മിഥുൻ സാറും അവിടുന്ന് പോകുന്നുണ്ടേ. അപ്പോഴാണ് PTA പ്രസിഡന്റ് സുനി അങ്ങോട്ടെത്തുന്നത്. കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന വീണയുടെ അരികിലേക്കായി ചെന്ന് സുനി പറയുന്നുണ്ട്, ടീച്ചറെ അറിഞ്ഞപ്പോൾ വല്ലാത്ത വിഷമമായി ടീച്ചറെ. ടീച്ചറിന് ഇതിനും മേലെ നല്ലത് വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇപ്പോഴും എൻ്റെ മോൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സുനിയോട് ചെയ്ത കരുണ കൊണ്ടാ. എൻ്റെ കുടുംബത്തിൻ്റെ പ്രാർത്ഥന എപ്പോഴും ടീച്ചറുടെ കൂടെയുണ്ടാവും എന്ന് പറഞ്ഞ് സുനി കൈകൂപ്പുമ്പോഴേക്കും ഈ മനസ്സ് മതി സുനിച്ചേട്ടാ എപ്പോഴും എന്ന് പറഞ്ഞ് സുനിയോട് യാത്ര പറഞ്ഞ് വീണയും ഇറങ്ങുന്നുണ്ടേ. പിന്നീട് മദനൻ സാറിൻ്റെ അടുത്ത് ചെന്ന് വീണയെ പറ്റി ഏഷണി പറയുന്ന കമലാക്ഷി ടീച്ചറെയാണ് കാണിക്കുന്നത്. സാർ അവിടെ എന്തോ ഫയൽ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും ഇന്ന് സർവീസിൽ കയറിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതല്ലായിരുന്നു ഈ ആശ്രിത നിയമനമൊക്കെ വേണ്ടാത്ത ഏർപ്പാടാണെന്ന് എന്ന് കമലാക്ഷി ടീച്ചർ പറയുമ്പോഴേക്കും അതുള്ളതാ ടീച്ചർ പറഞ്ഞത്, ഞാനത് ഓർക്കുന്നുണ്ടെന്ന് മദനൻ സാറും പറയുന്നുണ്ട്. അതെല്ലാം കേട്ടോണ്ട് വരുന്ന സുനി ദേഷ്യത്തോടെ കഷ്ടം തന്നെ, ടീച്ചർക്ക് ഇനിയും നേരം വെളുത്തില്ലേ, ഈ നാക്ക് വെച്ച് വേണം പിള്ളേരെ പഠിപ്പിക്കാൻ അല്ലേ, കഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് സുനി അവിടുന്ന് പോകുന്നുണ്ടേ. ഓ ഇപ്പോൾ നല്ല പിള്ള നന്മ മരം എന്ന് കമലാക്ഷി ടീച്ചർ മദനൻ സാറോടായി സുനിയെ കളിയാക്കി പറയുന്നുണ്ട്. വീണ ആ സമയത്തും ആ റിസൈനിങ് ലെറ്റർ കയ്യിൽ പിടിച്ചോണ്ട് സങ്കടത്തോടെ പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കുക. പിന്നീട് മിഥുൻ സാറിൻ്റെ വീട്ടിലെത്തുന്ന മിഥുൻ സാറേയും വീണയെയുമാണ് കാണിക്കുന്നത്. വണ്ടിയുടെ ശബ്ദം കേട്ട് സിറ്റ് ഔട്ടിലേക്ക് എത്തി ചിരിയോടെ അവരെ കണ്ടു നിൽക്കുന്ന നീനയെ കണ്ട് നീ ഇങ്ങിറങ്ങിയോടിയെന്ന് വീണ ചോദിച്ചുകൊണ്ട് സിറ്റ് ഔട്ടിലേക്ക് കയറുന്നുണ്ട്. നീ വരുന്നത് മിഥുൻ സാർ വിളിച്ച് പറഞ്ഞടി എന്ന് നീന പറയുമ്പോഴേക്കും ഞാൻ നിനക്കൊന്നും വാങ്ങിയില്ലടി സോറി എന്ന് വീണയും പറയുന്നുണ്ട്. സാറ് പറഞ്ഞോ എന്നെ സ്കൂളിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്തു, ഇതൊക്കെ ഉണ്ടാവുമെന്ന് അറിയാമായിരുന്നെങ്കിലും പുറത്തായപ്പോൾ ഒരാവലാതി എന്ന് വീണ പറയുമ്പോഴേക്കും നമുക്കകത്തിരുന്ന് സംസാരിക്കാം ടീച്ചറെ എന്ന് മിഥുൻ സാറും പറയുന്നുണ്ട്. ഇനി ഞാൻ എന്ത് ടീച്ചറാ സാറേ, പേര് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ എനിക്കെന്തോ ഒരു ജാള്യത തോന്നുമെന്ന് വീണ പറയുന്നുണ്ട്. ഏതായാലും നീ നിന്റെ ജാള്യതയൊക്കെ പുറത്തിട്ടിട്ട് ഒന്ന് കയറി വാ എന്ന് പറഞ്ഞ് നീന വിളിക്കുമ്പോഴേക്കും വീണ നീനയുടെ കൂടെ അകത്തേക്ക് കയറി പോകുന്നുണ്ടേ. വീണ നീനയെ കൊണ്ടുപോയി സോഫയിലിരുത്തുമ്പോഴേക്കും പുറകെ വന്ന മിഥുൻ സാർ പറയുന്നുണ്ട്, ചായക്ക് പാലും വാങ്ങിയിട്ടാ ഞാൻ വന്നത്. ഏതായാലും ആവലാതിയുള്ള സ്ഥിതിക്ക് ഇഞ്ചിയിട്ടൊരു നാരങ്ങ വെള്ളമെടുക്കാം. ഒന്നും വേണ്ട സാറേ, എനിക്ക് അതിനുള്ള മനസ്സൊന്നുമില്ലെന്ന് വീണയും പറയുന്നുണ്ട്. അതൊക്കെ ശരിയാക്കാം ടീച്ചറെ, ടീച്ചർ നീന ടീച്ചറോട് സംസാരിച്ചിരിക്കേ, ഞാൻ നാരങ്ങ വെള്ളം എടുക്കാം, നിങ്ങൾ സംസാരിക്കെന്ന് പറഞ്ഞ് മിഥുൻ അവിടുന്ന് പോകുന്നുണ്ടേ. വീണ നീനയുടെ അരികിലേക്ക് ഇരിക്കുമ്പോഴേക്കും ടീച്ചറമ്മയുടെ കാര്യം നീ എൻ്റെ അടുത്ത് പോലും പറഞ്ഞില്ലല്ലോ എന്ന് പരിഭവത്തോടെ നീനയും ചോദിക്കുന്നുണ്ട്. അത് എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട്. വല്യമ്മയുടെ അടുത്തുനിന്ന് അതിന് തല്ലും കിട്ടി. അമ്മ ആരോടും പറയണ്ടെന്ന് പറഞ്ഞോണ്ടാ ഞാൻ ആരോടും പറയാതിരുന്നത് എന്ന് വീണ പറയുമ്പോഴേക്കും എന്നാലും നിനക്ക് എന്നോട് പറയായിരുന്നു. നമ്മളല്ലേ ടീച്ചറെ തിരക്കി കന്യാകുമാരിയിലൊക്കെ പോയത്, അറിഞ്ഞിരുന്നെങ്കിൽ അന്നേ എനിക്കെന്ത് സന്തോഷമാവായിരുന്നു എന്ന് നീന പരിഭവത്തോടെ പറയുമ്പോഴേക്കും എടി നിന്നെ കാണാൻ അമ്മയുടെ വന്നിരുന്നല്ലോ എന്ന് വീണയും പറയുന്നുണ്ട്. നീന അത് ഓർത്തെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് ഓ ഞാൻ ഡോക്ടറെ കാണാൻ പോയപ്പോഴായിരിക്കും അല്ലേ എന്ന് നീനയും ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും മിഥുൻ സാർ നാരങ്ങ വെള്ളവുമായി അങ്ങോട്ട് വരുന്നുണ്ട്. ഇതൊന്നും വേണ്ടായിരുന്നു സാറേ, മനസ്സിന് വല്ലാത്ത മടുപ്പ് എന്ന് വീണ പറയുമ്പോഴേക്കും മിഥുൻ സാർ നീനയുടെ അടുത്തോട്ടിരുന്നോണ്ട് ആവലാതിക്കും മടുപ്പിനും ഇത് ബെസ്റ്റാ ടീച്ചറെ, ഒറ്റ വലിക്കങ്ങ് കുടിച്ചോ എന്ന് പറഞ്ഞ് ആ നാരങ്ങ വെള്ളം വീണയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് മിഥുൻ സാർ. ഇവളുടെ മനസ്സിൽ ടെർമിനേഷൻ ഇരിക്കുന്നുണ്ടാ, നീ അത് കളയേ, നിനക്ക് ഏജ് ഓവർ ഒന്നും ആയില്ലല്ലോ, ഉടനെ തന്നെ PSC എഴുതി കയറാവുന്നതല്ലേ ഉള്ളൂ, നീ ആവശ്യമില്ലാതെ ഡെസ്പ് ആവാതെ എന്ന് നീനയുടെ ഉപദേശം കേട്ട് നീ ഇത്രയ്ക്കൊക്കെ ആയോ എന്ന് വീണയും ചോദിക്കുന്നുണ്ട്. നീനയും ഒരു ചിരിയോടെ രാവിലെ മുതൽ സാർ എത്തുന്നത് വരെ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയല്ലേ, ഇതിനപ്പുറവുമാവും എന്ന് പറഞ്ഞോണ്ട് അല്ല ടീച്ചറമ്മ എന്നെ എപ്പോ കാണാൻ വന്നെന്നാ നീ പറഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട്. നീ ഇവിടെ ഉണ്ടായിരുന്നപ്പോ തന്നെയാ വന്നതെന്ന് വീണ പറയുമ്പോഴേക്കും അതെപ്പോ ഞാൻ കണ്ടില്ലല്ലോ എന്ന് നീനയും പറയുന്നുണ്ട്. നീ കണ്ടു പക്ഷെ മനസ്സിലായില്ലെന്ന് വീണ പറയുമ്പോഴേക്കും ടീച്ചറമ്മയെ കണ്ട എനിക്ക് മനസ്സിലാവാതിരിക്കോ എന്ന് നീനയും സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. അത് കേട്ട് അല്ല ഞാൻ അന്ന് ഉണ്ടായിരുന്നോ ടീച്ചറെ എന്ന് മിഥുൻ സാറും ചോദിക്കുന്നുണ്ട്.
സാറ് സ്കൂളിലായിരുന്നു, പക്ഷേ സാറിനെ ഇവൾ വിളിച്ചു വരുത്തി എന്ന് വീണ പറയുന്നത് മനസ്സിലാവാതെ അല്ല അതെന്താ സംഭവം എന്ന് മിഥുൻ സാറും ചോദിക്കുന്നുണ്ട്. ഡി, നിന്റെ അമ്മയുടെ കൂട്ടുകാരിയാണെന്ന് പറഞ്ഞ് ഒരു ഇത്താത്ത വന്നത് നീ ഓർക്കുന്നുണ്ടോ എന്ന് വീണ ചോദിക്കുമ്പോഴേക്കും അയ്യോ അത് കള്ളന്മാരാണെന്ന് കരുതിയാ ഞാൻ മിഥുൻ സാറിനെ വിളിച്ചു വരുത്തിയത് എന്ന് പറഞ്ഞ് നീനയും ആ കാര്യം ഓർത്തെടുക്കുന്നുണ്ട്. കേശവും ആസ്യ ഇത്താത്തയായ ടീച്ചറമ്മയും കൂടി നീനയുടെ വീട്ടിലേക്ക് എത്തുന്നതും വർത്തമാനത്തിനിടയ്ക്ക് കൈകൂപ്പി പ്രാർത്ഥിക്കുന്ന ആസ്യ ഇത്താത്തയെ കണ്ട് സംശയത്തോടെ വീണ മാറി നിന്ന് മിഥുൻ സാറിനെ വിളിക്കുന്നതും സാറിനെ വിളിച്ച് തിരിച്ചു വരുമ്പോഴേക്കും ആസ്യ ഇത്താത്തയും കേശവും കൂടി ഒരു ഓട്ടോയിൽ കയറി രക്ഷപ്പെടുന്നതുമെല്ലാം നീന ഓർത്തെടുക്കുന്നുണ്ട്. അയ്യോ അത് ടീച്ചറമ്മയായിരുന്നോ എന്ന് നീന അത്ഭുതത്തോടെ ചോദിക്കുമ്പോഴേക്കും അതേന്നേ, അല്ലാതെ പിന്നെ സരസ്വതി ടീച്ചറായിട്ട് നിന്നെ കാണാൻ വരാൻ പറ്റില്ലല്ലോ എന്ന് വീണ ചോദിക്കുന്നുണ്ട്. അന്ന് എൻ്റെ വയറൊക്കെ ഒഴിഞ്ഞ് അനുഗ്രഹിച്ചു, ഞാൻ പേടിച്ചുപോയി. അതെന്തായാലും സന്തോഷമായി എന്ന് നീനയും സന്തോഷത്തോടെ പറയുന്നുണ്ട്. സരസ്വതി ടീച്ചറെയും കൂട്ടി ഒരു ദിവസം ഇങ്ങോട്ടിറങ്ങ്, നീന ഇങ്ങനെ ഇരിക്കുന്നോണ്ട് ഏതായാലും ഞങ്ങൾക്ക് യാത്രയൊന്നുമില്ല എന്ന് മിഥുൻ പറയുമ്പോഴേക്കും എന്തായാലും അമ്മയും കൂട്ടി ഞാൻ ഇറങ്ങാം. എൻ്റെ മൈൻഡ് ഒട്ടും ഓക്കെയല്ല, വീട്ടിലും ആകെ പ്രശ്നങ്ങളാ. മഹേഷേട്ടനും രാധേച്ചിയും റിമാൻഡിലാ, ഇതുവരെ ജാമ്യം കിട്ടിയില്ല എന്ന് വീണ ടെൻഷനോടെ പറയുന്നത് കേട്ട് ടെർമിനേഷനൊന്നും വലിയ കാര്യമാക്കണ്ട ടീച്ചറെ, ഒക്കെ ശരിയാവും. ഞങ്ങൾക്കാണേൽ ഈ അവസ്ഥയിലും രണ്ട് ഫാമിലിയും സപ്പോർട്ടായിട്ടില്ലല്ലോ. എല്ലാത്തിനും ഓടാൻ ഞാനേയുള്ളൂ, അതാ ഇടയ്ക്കൊന്നും വിളിക്കാൻ പറ്റാത്തത്. എന്തായാലും ടീച്ചർ സമാധാനമായിട്ട് പോ, എല്ലാം ഓക്കെ ആവും എന്ന് മിഥുൻ അവളെ ആശ്വസിപ്പിക്കുമ്പോഴേക്കും ടെർമിനേഷന്റെ വിവരമറിയുമ്പോൾ ഇനി സന്തോഷത്തിന്റെ വീട്ടിൽ എന്താവുമോ ആവോ എന്ന് വീണയും ടെൻഷനോടെ പറയുന്നുണ്ട്. നീ ടെൻഷൻ അടിക്കാതെ കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്താൻ നോക്ക് എന്ന് നീന പറയുമ്പോഴേക്കും നോക്കാമെന്ന് വീണയും സമ്മതിക്കുന്നുണ്ടേ. പിന്നീട് തൻ്റെ ജീപ്പിൽ സരസ്വതി ടീച്ചർക്കെതിരെ പെറ്റീഷൻ കൊടുക്കാനായി സ്റ്റേഷനിലെത്തുന്ന മോഹനെയാണ് കാണിക്കുന്നത്. SI പത്മനാഭന്റെ അടുത്ത് ചെന്ന് നമസ്കാരം പറയുമ്പോഴേക്കും സാറേ നമ്മൾ തമ്മിൽ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും അറിയുമെന്ന് മോഹൻ പറയുമ്പോഴേക്കും ഈ ശബ്ദം നല്ല പരിചയമുണ്ടെന്ന് പത്മനാഭനും പറയുന്നുണ്ട്. സാറിന്റെ സാറ് വിഷ്ണുനാഥില്ലേ, അവൻ എൻ്റെ മരുമോനാ എന്ന് മോഹൻ പറയുമ്പോഴേക്കും അന്ന് വിഷ്ണുവിന്റെ വീട്ടിൽ വെച്ച് നടന്ന ആ രാത്രി പാർട്ടിയിൽ മോഹനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നതൊക്കെ പത്മനാഭൻ ഓർത്തെടുക്കുന്നുണ്ട്. നിനക്കെന്നെ അറിഞ്ഞൂടാത്തോണ്ടുള്ള പുച്ഛമായി ഇത്. എടാ മോഹന, നീ ഇതിൽ ഖേദിക്കും എന്ന് പത്മനാഭൻ പറയുമ്പോഴേക്കും നിന്നൊക്കെ ഞാൻ എന്തറിയാനടാ, നിന്റെയൊക്കെ മോളിലിരിക്കുന്ന ഒരുത്തനുണ്ടല്ലോ എന്റെ മരുമോൻ, ഭൂലോക മണ്ടം പോലീസ്. അവനെ സല്യൂട്ട് അടിക്കുന്ന മഹാന്മാരല്ലടോ തന്നെ പോലുള്ള മണ്ടന്മാര്. അവരെ ഞാൻ ബഹുമാനിക്കണോ സാറേ? കണ്ടവന്റെ കിണ്ടിന്ന് നക്കിക്കൊണ്ട് എന്നെ വിളിച്ച് വിരട്ടാനാണ് ഭാവമെങ്കിൽ അതൊക്കെ തൻ്റെ മനസ്സിലങ്ങ് വെച്ചാ മതി. നിങ്ങൾ വിചാരിക്കുന്ന ഇനമല്ല സാറേ ഞാൻ, അതെങ്കിലും ആദ്യം മനസ്സിലാക്ക് എന്ന് മോഹൻ പറയുമ്പോഴേക്കും നിനക്കെതിരെ കുറച്ച് പരാതിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ പാട്ടവലി കിടക്കുന്ന നീ എന്തിനാടാ ഇടയ്ക്ക് വണ്ടിയെടുത്തോണ്ട് ചിറയൂര് വരണത് എന്ന് പത്മനാഭൻ ചോദിക്കുമ്പോൾ ചിറയൂർ എന്താടോ നിരോധിത മേഖലയോ? ഞാനിപ്പോ ചിറയൂര് വന്നാ താൻ എന്നെ എന്ത് ചെയ്യും എന്ന് മോഹൻ ചോദിക്കുന്നതുമെല്ലാം പത്മനാഭൻ ഓർത്തെടുക്കുന്നുണ്ട്. ദേഷ്യത്തോടെ തന്റെ കസേരയിൽ നിന്ന് എണീറ്റോണ്ട് നിങ്ങളായിരുന്നു അല്ലേ ആ മോഹൻ? അന്ന് വെല്ലുവിളിച്ച് കാറി തുപ്പിയിട്ടല്ലേ എന്റെ ഫോൺ കട്ട് ചെയ്തത് എന്ന് പത്മനാഭൻ ചോദിക്കുമ്പോഴേക്കും സാറേ മോഹനെ വിളിച്ചു വിരട്ടാമെന്ന് പറഞ്ഞ് ഒപ്പം രണ്ടാളെയും ഇരുത്തി വിളിക്കുന്ന കോളൊക്കെ മോഹന് മനസ്സിലാവും. അതൊക്കെ എങ്ങനെ ഡീൽ ചെയ്യണമെന്നും ഈ മോഹൻ അറിയാം എന്ന് മോഹൻ പറയുമ്പോഴേക്കും ചിറയൂര് വന്ന മൂക്കി കയറ്റുമെന്നല്ലേ അന്ന് താൻ ചോദിച്ചത്? ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്നവരോടൊക്കെ കുറച്ച് മര്യാദയ്ക്ക് സംസാരിക്കാം എന്ന് പത്മനാഭനും പറയുന്നുണ്ട്. ഈ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്നവർക്ക് തിരിച്ച് ഇങ്ങോട്ടും ആവാം സാറേ മര്യാദ. സാർ ഓർക്കുന്നുണ്ടോ, സാറന്ന് എന്നെ എടാ പോടാ എന്ന് വിളിച്ചാ തുടങ്ങിയത്? അത് ഞാൻ തിരിച്ചു തന്നു, അതവിടെ തീർന്നു. എൻ്റെ പൊന്നു സാറേ, ഇനി അതൊന്നും മനസ്സിൽ വെക്കരുത് പ്ലീസ് എന്ന് മോഹൻ അപേക്ഷിക്കുമ്പോഴേക്കും ഒരു കാര്യം നടത്തിയെടുക്കാൻ താങ്കൾ മിടുക്കനാണെന്ന് എനിക്കറിയാം. അല്ല എന്താ ഈ വരവിൻ്റെ ഉദ്ദേശമെന്ന് പത്മനാഭൻ ചോദിക്കുന്നുണ്ട്. ഒരു പെറ്റീഷൻ തരാൻ എന്ന് പറഞ്ഞുകൊണ്ട് താൻ എഴുതിക്കൊണ്ടുവന്ന പെറ്റീഷൻ പത്മനാഭന് നേരെ കൊടുക്കുന്നുണ്ട് മോഹൻ. പത്മനാഭൻ ആ പെറ്റീഷൻ വാങ്ങി വായിച്ചു നോക്കിക്കൊണ്ട് ഇതെന്തു കഥയാണെന്ന് ചോദിക്കുന്നുണ്ട്. കഥയൊന്നുമല്ല സാറേ, സരസ്വതി സ്റ്റേറ്റിനെ പറ്റിച്ച ഗൂഢാലോചനയാ. കാര്യങ്ങളൊക്കെ ഞാൻ വിശദമാക്കി തരാം. ഇപ്പോൾ എൻ്റെ മൂത്ത മോനും മോളും മഹേഷും രാധയും അവർ റിമാൻഡിലാ. ഒരു വ്യാജ കേസിൽപ്പെട്ട് അവർ യഥാർത്ഥത്തിൽ ഇരയാക്കപ്പെട്ടതാണ് സാർ. ഈ സരസ്വതിയുടെ മിസ്സിംഗ് ഇല്ലേ, അതൊരു പ്ലാൻഡ് പരിപാടിയായിരുന്നു. അവര് ടൂർ പോകുന്നത് എൻ്റെ മൂത്ത മോനോ മോളോ അറിഞ്ഞിട്ടേ ഇല്ല. പാതിരാത്രിക്ക് സരസ്വതിയുടെ ഇളയ മോളൊക്കെ ചേർന്ന് രഹസ്യമായി മതിൽ ചാടിച്ചിട്ടാണ് ഈ ടൂറിന് വിട്ടത്. അതായത് തുടക്കത്തിലെ തന്നെ ഒരു പ്ലാനിംഗ് സ്വഭാവം എല്ലാത്തിലും കാണാം. കന്യാകുമാരിയിൽ നിന്നും സരസ്വതി മിസ്സായത് അതവളുടെ അടവായിരുന്നു. യഥാർത്ഥത്തിൽ സരസ്വതി അവിടുന്ന് ബോധപൂർവം മാറിയതാ. ശേഷം സരസ്വതിയും കൃഷ്ണചന്ദ്രനും അറിയാലോ അല്ലേ, നേരത്തെ നിശ്ചയിച്ച പ്രകാരം തന്നെ കാണുന്നു. പക്ഷേ അവരൊന്നിച്ചു പോകുന്നതില് ഞാൻ സാക്ഷിയാണ്. അവരൊട്ടും പ്രതീക്ഷിച്ചില്ല, അതുകൊണ്ടെന്താ ഒരു സാക്ഷിയുണ്ടായി. ശേഷം രണ്ടാളും ഒരുമിച്ച് കുറെ കാലം അവിടെ ജീവിച്ചു.
പിന്നെ സരസ്വതി മരിച്ചുവെന്ന് ബോധ്യപ്പെടുത്താനായി വിഷ്ണു DNA പരിശോധന ബോധപൂർവം നടത്താതെ ഒരു തമിഴ് സ്ത്രീയുടെ അജ്ഞാത മൃതദേഹം നാട്ടിൽ കൊണ്ടുവന്ന് സംസ്കരിച്ചു. സാറിന്റെ സീനിയർ വിഷ്ണുവും ഈ ഗൂഢാലോചനയിൽ പങ്കാളിയാണ്. പിന്നെ സരസ്വതി മരിച്ചു എന്നുള്ള ധാരണയിൽ വീണയ്ക്ക് ജോലിയും കിട്ടി. അത് കാരണം സന്തോഷ് എന്നൊരു പയ്യനുമായിട്ട് അവളുടെ വിവാഹവും നടന്നു. ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിൽ ഉണ്ടായിരുന്നു എന്നുള്ള വിധത്തിൽ സരസ്വതിയും കൃഷ്ണചന്ദ്രനും അവിടെ കുറച്ചുനാൾ താമസിച്ചാണ് വ്യാജരേഖ ഉണ്ടാക്കിയത്. വീണയുടെ വിവാഹ കാര്യങ്ങൾ സെറ്റാക്കാനാണ് സരസ്വതി നാട്ടിൽ മടങ്ങിയെത്തിയത്. അന്നേരവും ആരും കാണാതിരിക്കാനായി സരസ്വതി നന്നായി ശ്രദ്ധിച്ചു. എന്താ കാര്യം? വീണയുടെ ജോലിക്ക് പ്രശ്നം വരാതിരിക്കാൻ. അതിനുവേണ്ടി സ്വമേധയാ മുകളിലൊരു മുറിയിൽ സരസ്വതി അങ്ങ് മാറി താമസിച്ചു. പുറത്തു പറയരുതെന്ന് പറഞ്ഞ് എന്റെ മക്കൾ മഹേഷിനെയും രാധയെയും ഭീഷണിപ്പെടുത്തി. സാറേ, ഈ ഇളയ മോളോട് മാത്രമേയുള്ളൂ സരസ്വതിക്ക് ഇഷ്ടം. ബോധപൂർവം എന്റെ മൂത്ത മക്കളെ കേസിൽപ്പെടുത്തിയതിന് വേറെയും ഉദ്ദേശമുണ്ട് എന്ന് മോഹൻ പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ടെർമിനേഷൻ ലെറ്ററുമായി സന്തോഷിന്റെ വീട്ടിലെത്തുന്ന വീണയെ കണ്ട് ഡൈവേഴ്സ് പെറ്റീഷൻ കൊടുക്കാനായി പോറ്റി ആവശ്യപ്പെടുന്നതുമെല്ലാം അടങ്ങിയതാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.